അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരു ദിവസം ജീവിത ക്രിയകൾക്ക് തുടക്കം കുറിക്കുന്നതിനിടയിൽ പ്രഭാത സമയത്തെ ഒരിക്കലും നമ്മൾ മറന്നു പോകാൻ പാടില്ല. ലോകത്ത് വിജയം വരിച്ചവരൊക്കെയും അതിരാവിലെ എഴുന്നേറ്റവരാണ് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പ്രഭാതത്തെ അവഗണിച്ച് ദീർഘസമയം കിടന്നുറങ്ങി സുബഹിയെ മാനിക്കാതെ അള്ളാഹുവിന്റെ സ്മരണയിൽ കഴിയാൻ സമയം ചെലവഴിക്കാതെ അവഗണിച്ചു കഴിയുന്നവൻ പടുകുഴിയിലേക്ക്, പരാജയത്തിലേക്ക് പോയ ചരിത്രവും നമുക്കറിയാം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രഭാതത്തെ നന്നായി മാനിക്കാനും പ്രഭാത സമയം അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ സബ്ബിഹുഹു ബുക്രതൻ വഅസീല, പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിനെ നീ തസ്ബീഹ് ചൊല്ലുക. നിരവധി ഇതുപോലെയുള്ള ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ പ്രഭാതത്തിൽ തന്നെ അള്ളാഹുവിന്റെ സ്മരണയിലായി കഴിഞ്ഞ് ജീവിതചര്യകൾക്ക് അല്ലെങ്കിൽ ജീവിത ചിട്ടകൾക്ക്, ജീവിത മാർഗത്തിന് വേണ്ടി തേടിപ്പോകുമ്പോൾ അതിൽ വലിയ വിജയം. അതിരാവിലെ എഴുന്നേൽക്കാനും നമ്മുടെ മക്കളെ അതിരാവിലെ എഴുന്നേൽപ്പിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. പ്രഭാത സമയത്തിൽ തന്നെ അള്ളാഹുവിനെ ദിക്ർ ചൊല്ലി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ഇബാദത്തിൽ മുഴുകി നിൽക്കുന്ന രക്ഷിതാക്കളെ കണ്ടുവേണം മക്കളെ പഠിക്കാൻ. അത് കണ്ടുവേണം അവർ വളരാൻ. അതിന് ആദ്യം ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളാണ്. അവർ അതൊക്കെ ചെയ്യുമ്പോഴാണ് മക്കളത് പിന്തുടരുക. പ്രഭാത സമയത്ത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി കഴിഞ്ഞുകൂട്ടിയ ഒരു മനുഷ്യന് പിന്നീട് അങ്ങോട്ട് ആ ദിവസം മുഴുവനും ധന്യമായിരിക്കും, യാതൊരു സംശയവുമില്ല. എല്ലാ നിലക്കും വിജയം വരിക്കാൻ പ്രഭാത സമയത്തെ മാനിക്കുന്നത് കൊണ്ട് സാധിക്കുമെന്നതിൽ തർക്കമില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിജയിപ്പിക്കുമാറാവട്ടെ.